എൻ്റെ പൊന്നടാവേ, എന്നെ കണ്ടാൽ എന്ത് തോന്നുന്നു? ഞാൻ ഭയങ്കര കഞ്ചാവടിച്ചാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 2 ദിവസമായി ഉറങ്ങിയിട്ട് അത് വേറെ വർക്കിലാണ്, വർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. ഒന്നും പറയണ്ട. ഇന്ന് ഇവിടെ ഈ സ്ഥലത്ത് ഇവിടെ ഞാൻ ഇങ്ങനെ വണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ അവിടെ നിന്ന് 2 പേര് ഇങ്ങനെ നടന്നു വരിക. 2 പേര് ഇങ്ങനെ നടന്നു വരുന്നു, എന്നെ നോക്കി. രണ്ടിലൊരാൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കി. അയാൾ തുറിച്ച് നോക്കി, ഞാനും ഇങ്ങനെ തുറിച്ച് നോക്കി. ഇയാൾ ഇങ്ങനെ കടന്നു പോയിട്ട് ഇങ്ങനെ ഇപ്പുറത്തോടെ വന്നു. അവിടെ നിന്നിട്ട് ക്ലാസ്സിൽ കൊട്ടി. ഞാൻ ക്ലാസ്സിൽ വെച്ച് എന്താണെന്ന് ചോദിച്ചു. നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ പേര് അത് ചോദിക്കാൻ നിങ്ങളാരാന്ന് ചോദിച്ചു. പോലീസാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെ കണ്ടിട്ട് പോലീസായിട്ട് തോന്നില്ലല്ലോ, ID കാർഡ് കാണിക്കാൻ പറഞ്ഞു. അത് മച്ചാനങ്ങോട്ട് പൊളിഞ്ഞ് ID കാർഡ് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശരി എന്നോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. വണ്ടി സെർച്ച് ചെയ്യണം. ശരി, ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പേർക്ക് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ ഉണക്കി വെച്ച് ഫോണിൽ വെറുതെ വീഡിയോ. അവരുടെ ഫേസ് മുഖമൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. വെറുതെ നമുക്ക് എന്തെങ്കിലും ധൈര്യത്തിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ച്. കാരണം ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നെ സെർച്ച് ചെയ്തു. ഓക്കെ, ഞാൻ പറഞ്ഞു ഇന്നപോലെ വർക്കിന് ഞാൻ ഒരു സാധനം ഈ കടയിൽ നിന്ന് മാറി മേടിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സമയമൊന്നുമില്ല, അത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ കൊടുത്തു. എന്തായാലും വണ്ടി സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ കണ്ടെടുത്തോ, കുഴപ്പമില്ല. എന്നിട്ട് ഞാനിങ്ങനെ പോയി ഉള്ളിൽ അവിടെ സാധനങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിന് പുള്ളി അത് SI സാറാന്ന് തോന്നുന്നു. SIനെ വിളിച്ച് വരുത്തി. അതിൻ്റെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി മൊത്തം സെർച്ച് ചെയ്ത് നോക്കി. എൻ്റെ തുണിയെല്ലാം മൊത്തം വലിച്ചു വാരിട്ട് എൻ്റെ ബാഗിൻ്റെ സിബും പൊട്ടി. കാരണം ലോക്കായി പോയി. പുള്ളി കാണിച്ചു കൊടുക്കുന്നു. അവർ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ അവർ വന്ന് ഞാൻ പോലീസുകാരാണ് സെർച്ച് ഞാൻ പറഞ്ഞു നോക്കിക്കോളാം പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാം നിൻ്റെ ഇന്നൊരു പൊട്ട് കിട്ടിക്കഴിഞ്ഞാലും നിന്നെ വിടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുണ്ടെങ്കിൽ എടുത്തു, നമ്മളെ പരിപാടിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നീ അങ്ങനെ അല്ലല്ലോടാ മൈര ആദ്യം പറഞ്ഞെന്ന്. എന്നെ ആദ്യം ഇവിടെ ഒന്ന് പോലീസുകാരൻ ഞാൻ ID കാർഡ് കാണിക്കാൻ പറഞ്ഞു. പോലീസുകാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു. അയാളുടെ ചൊരുക്ക് എടുത്തതാണ് മൊത്തം പരിച്ചു വരട്ടെ. ഇപ്പം എൻ്റെ താക്കോൽ ഉരി മേടിച്ചായിരുന്നു വണ്ടിയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, SI വന്നിട്ട് നോക്കി ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്നും കിട്ടിയൊന്നുമില്ല, ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാറില്ല. എന്നിട്ട് SI പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണൊക്കെ മേടിച്ച് വെച്ചായിരുന്നു. ഫോണൊക്കെ കൊടുത്തേക്കാൻ പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ എൻ്റെ തിരക്കിൽ സാധനം മേടിക്കാനുള്ള തിരക്കിൽ ഞാൻ പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താക്കോലില്ല. താക്കോല പുള്ളിക്കാരനെ പുള്ളിക്കാരൻ പോക്കറ്റിലിട്ടുകൊണ്ട് പോയേക്കാം. ഈ സൈഡിലെ ഗ്ലാസ് തുറന്ന് നടക്കായിരുന്നു. മഴ പെയ്തു. ഞാൻ ഈ മഴയെ നനഞ്ഞ് ഗ്ലാസ് കെട്ടിയിട്ട് ഞാൻ ഇതിൻ്റെ വെള്ളം ചടിക്കുന്ന കഴിഞ്ഞാൽ സീറ്റൊക്കെ മൊത്തം നനഞ്ഞു പോയി കഴിഞ്ഞാൽ പോക്കല്ലേ. ഞാനിങ്ങനെ ഫുള്ള്, അതായത് ഇത് മുല്ലശ്ശേരി കനാൽ റോഡാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് മുല്ലശ്ശേരി കനാൽ റോഡ് വഴി ഇങ്ങനെ കറങ്ങി ആ മഴ നനഞ്ഞ് പുറത്തോടെ ഇവിടെ വന്ന് നോക്കിയിട്ടൊന്നും രക്ഷയില്ല. ഞാൻ നേരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ഇതുപോലെ സെർച്ച് തൂഫാൻ്റെ ഭാഗമായിട്ട് സെർച്ച് ചെയ്തിട്ട് എൻ്റെ താക്കോലും കൊണ്ട് പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് അറിയത്തില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ കൂടി പെട്ട് അവരെങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, എന്തുവെന്ന് അറിയത്തില്ല. റോഡിൽ വണ്ടിയും കിടക്കുന്നു, ഗ്ലാസും തുറന്നിട്ടേക്കുന്നു. അങ്ങനെ മഴ ഞാൻ വണ്ടിയുടെ ബാക്കി കിടന്നിട്ട് മുണ്ടെടുത്ത് ഇട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആ കുറച്ച് നേരം കഴിഞ്ഞപ്പം അമ്മ കൊണ്ട് തിരിച്ച് വന്നു കേട്ടോ താക്കോല്. അത് കഴിഞ്ഞ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് നോക്കുമ്പോൾ അപ്പുറത്ത് വേറെ പരിപാടി എൻ്റെ കാറിൻ്റെ സൈഡിൽ. അത് നോക്കണേ എന്തൊക്കെയാണെന്ന്. ഒരു കൂസലും ഇല്ല. അവരങ്ങ് മാറി ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല. ഇവിടെ അടുത്ത ബിസിനസ് ആ കച്ചവടം ചെയ്യുന്നവരെ പിടിക്കൂല. എൻ്റെ വണ്ടി KL 69 ഇടുക്കി രജിസ്ട്രേഷനാണ്. ആ വണ്ടി നമ്പർ വെച്ചിട്ടൊക്കെയാണ് വണ്ടി നമ്പരും ഇത് നമ്മൾ ഇച്ചിരി മുട്ടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ വെച്ചിട്ട് അവരങ്ങ് ജഡ്ജ് ചെയ്തു. ഞാൻ കേരള പോലീസ് ഭയങ്കര ഇൻ്റലിജൻസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ അവർ ഇൻ്റലിജൻസ് ഇല്ലാത്തവന്മാരെ വന്ന് സെർച്ച് ചെയ്ത് അവന്മാരുടെ ഈഗോ കാണിക്കുക. അവിടെ ബിസിനസ് നടത്തുന്നവന്മാർ അവർക്ക് കൂളായിട്ട് ഒരു പ്രശ്നമില്ല. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് കാണിച്ചാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഓപ്പറേഷൻ തൂഫാനൊക്കെ അടിപൊളിയാണ്, നല്ലതാണ്. മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമാണ്.